സംസ്ഥാനത്ത് പകർച്ചവ്യാധി കേസുകൾ വീണ്ടും വർദ്ധിക്കുമ്പോഴും സമയബന്ധിതമായി കണക്കുകൾ നൽകുന്നതിൽ വീഴ്ച തുടരുകയാണ് ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധികൾ സമയബന്ധിത കണക്കുകൾ 3 ദിവസം മുമ്പാണ് അവസാനമായി പുറത്തുവിട്ടത്. സംസ്ഥാനമെങ്ങും പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുകയാണ്. പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന പനിക്കേസുകളുടെ എണ്ണം തന്നെ 10,000-ലധികമായി നിൽക്കുന്നു. ഡെങ്കി കേസുകളിലും വ്യാപക വർധനയുണ്ടാകുന്നുണ്ട്. ഇക്കഴിഞ്ഞ 23-ന് മാത്രം ഡെങ്കി ലക്ഷണങ്ങളോടെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത് 286 പേരെ. 22-ാം തീയതി 358 പേരെയും ഈ രീതിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ 2 ദിവസങ്ങളിലായി ഡെങ്കി സ്ഥിരീകരിച്ചത് മാത്രം 238 പേർക്ക്. എലിപ്പനി കേസുകളിലും വർധനവ് വ്യക്തം. പ്രതിമാസ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ പനിരോഗബാധ തന്നെ ഞെട്ടിക്കും. ഓഗസ്റ്റിൽ മാത്രം പനി ബാധിച്ചത് 2,26,207 പേർക്ക്. 2,266 ആളുകൾക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 387 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 25 പേർ എലിപ്പനി ബാധിച്ച് മരിച്ചെന്നതും ആശങ്കപ്പെടുത്തുന്നു. പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുമ്പോഴും സർക്കാർ ഉദാസീന മനോഭാവം തുടരുന്നുവെന്നും പറയാതെ വയ്യ. പകർച്ചവ്യാധി കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യഥാസമയം പുറത്തുവിടുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തുകയാണ് ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ 23-നാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ അവസാനമായി പുറത്തുവിട്ടത്. യഥാസമയം കണക്കുകൾ പുറത്തുവിടുന്നതിനെതിരെ ആരോഗ്യവകുപ്പിനെതിരെ നേരത്തെ തന്നെ വിമർശനമുണ്ട്. കണക്കുകളിലെ വർധനവും പ്രതിരോധ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളും മറച്ചുവെക്കുകയാണ് സർക്കാർ എന്നതാണ് പ്രധാന ആരോപണം. ജനം, തിരുവനന്തപുരം.